ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുക 2026 ലോഗോസിൻ്റെ പഠനഭാഗമായ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൽ നിന്നുള്ള 63 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ്. ഓരോ ചോദ്യത്തിൻ്റെ കൂടെ 4 ഓപ്ഷൻസും അതിനുശേഷം ശരിയ ഉത്തരവും നൽകിയിട്ടുണ്ട്. ചോദ്യം കേട്ടു പോകുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുകയും വീഡിയോയുടെ അവസാനം നിങ്ങളുടെ പേരും എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. സ്നേഹമുള്ളവരെ, 2026 സെപ്റ്റംബർ 27 നടക്കുന്ന ലോഗോസ് ക്വിസ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ പഠിച്ചൊരുങ്ങുവാനായി 100 പരീക്ഷകളടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഈ ചാനലിൽ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് 300 രൂപ അടച്ച് ഈ 100 പരീക്ഷകളിലും ഒരുമിച്ച് പങ്കെടുക്കാവുന്നതാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് 300 രൂപ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം അതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷകളുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും മെസ്സേജ് അയക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ. ഗൂഗിൾ ഫോമിലാണ് പരീക്ഷ നടത്തപ്പെടുക. ഇതുവരെ കഴിഞ്ഞ പരീക്ഷയുടെ ലിങ്കുകളും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അയച്ചു തരുന്നതായിരിക്കും. 1. വിശുദ്ധ യോഹന്നാൻ 5-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ 45 വാക്യങ്ങൾ, ബി 46 വാക്യങ്ങൾ, സി 48 വാക്യങ്ങൾ, ഡി 47 വാക്യങ്ങൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 47 വാക്യങ്ങൾ. 2. യേശു എന്തിനാണ് ജെറുസലേമിലേക്ക് പോയതായി യോഹന്നാൻ 5:1 പറയുന്നത്? ഓപ്ഷൻസ്: എ പെസഹ തിരുനാളിന്, ബി കൂടാര തിരുനാളിന്, സി യഹൂദരുടെ ഒരു തിരുനാളിന്, ഡി സമർപ്പണ തിരുനാളിന്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, യഹൂദരുടെ ഒരു തിരുനാളിന്. 3. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ഏതിനു ശേഷം? ഓപ്ഷൻസ്: എ 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം, ബി രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയതിനു ശേഷം, സി സമരിയാക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണത്തിന് ശേഷം, ഡി കാനായിലെ വിവാഹത്തിന് ശേഷം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയതിന് ശേഷം. 4. ബെത്സയിദ ഏത് ഭാഷയിലെ പേരാണ്? ഓപ്ഷൻസ്: എ ഗ്രീക്ക് ഭാഷ, ബി അരമായ ഭാഷ, സി ലത്തീൻ ഭാഷ, ഡി ഹെബ്രായ ഭാഷ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഹെബ്രായ ഭാഷ. 5. എവിടെയാണ് ബെത്സയിദ? ഓപ്ഷൻസ്: എ ബത്ലഹേമിൽ, ബി നസ്രത്തിൽ, സി ജെറീക്കോയിൽ, ഡി ജെറുസലേമിൽ അജകവാടത്തിനടുത്ത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജെറുസലേമിൽ അജകവാടത്തിനടുത്ത്. 6. ബെത്സയിദ കുളത്തിന് എത്ര മണ്ഡപങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ 3 മണ്ഡപങ്ങൾ, ബി 4 മണ്ഡപങ്ങൾ, സി 5 മണ്ഡപങ്ങൾ, ഡി 6 മണ്ഡപങ്ങൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, 5 മണ്ഡപങ്ങൾ. 7. ബെത്സയിദ കുളത്തിൽ കിടന്നിരുന്ന രോഗികൾ ആരെല്ലാമായിരുന്നു? ഓപ്ഷൻസ്: എ കുരുടർ, മുടന്തർ, തളർവാതക്കാർ, ബി കുഷ്ഠരോഗികൾ, കുരുടർ, ബധിരർ, സി ജ്വരരോഗികൾ, മുടന്തർ, കുഷ്ഠരോഗികൾ, സി ബധിരർ, കുരുടർ, തളർവാതക്കാർ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, കുരുടർ, മുടന്തർ, തളർവാതക്കാർ. 8. യേശു സുഖപ്പെടുത്തിയ തളർവാത രോഗിക്ക് രോഗം പിടിപെട്ടിട്ട് എത്ര വർഷമായിരുന്നു? ഓപ്ഷൻസ്: എ 40 വർഷം, ബി 38 വർഷം, സി 35 വർഷം, ഡി 30 വർഷം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 38 വർഷം. 9. വളരെ നാളായി
കിടപ്പിലാണെന്നറിഞ്ഞ തളർവാദ രോഗിയോട് യേശു എന്താണ് ചോദിച്ചത്? ഓപ്ഷൻസ്: എ, നിനക്ക് വിശ്വാസമുണ്ടോ? ബി, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? സി, നിന്റെ കുടുംബം എവിടെയാണ്? ഡി, നീ ഇവിടെ എത്ര നാൾ കിടക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? 10ാമത്തെ ചോദ്യം: കർത്താവെ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: എ, യഹൂദർ യേശുവിനോട്. ബി, ശിഷ്യർ യേശുവിനോട്. സി, തളർവാദ രോഗി യേശുവിനോട്. ഡി, തളർവാദ രോഗി യഹൂദരോട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. തളർവാദ രോഗി യേശുവിനോട്. 11. ഏത് ദിവസമാണ് യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയത്? ഓപ്ഷൻസ്: എ, വെള്ളിയാഴ്ച. ബി, ഞായറാഴ്ച. സി, പെസഹ ദിവസം. ഡി, സാബത്ത് ദിവസം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സാബത്ത് ദിവസം. 12. എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അധ്യായവും വാക്യവും ഏത്? ഓപ്ഷൻസ്: എ, യോഹന്നാൻ 5:8. ബി, യോഹന്നാൻ 5:10. സി, യോഹന്നാൻ 5:6. ഡി, യോഹന്നാൻ 5:12. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, യോഹന്നാൻ 5:8. 13ാമത്തെ ചോദ്യം: സാബത്താകിയാൽ എന്ത് നിഷിദ്ധമാണെന്നാണ് യഹൂദർ സുഖം പ്രാപിച്ച മനുഷ്യനോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ, സംസാരിക്കുന്നത്. ബി, കിടക്ക ചുമക്കുന്നത്. സി, യാത്ര ചെയ്യുന്നത്. ഡി, കുളിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കിടക്ക ചുമക്കുന്നത്. 14ാമത്തെ ചോദ്യം: എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. ആരോടാണ് തളർവാദ രോഗി ഈ മറുപടി പറഞ്ഞത്? ഓപ്ഷൻസ്: എ, യഹൂദരോട്. ബി, ശിഷ്യരോട്. സി, പുരോഹിതരോട്. ഡി, ഫരിസേയരോട്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, യഹൂദരോട്. 15. ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞതിനാൽ അവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ആരാണ് അറിയാതിരുന്നത്? ഓപ്ഷൻസ്: എ, പത്രോസ്. ബി, യോഹന്നാൻ. സി, തളർവാദ രോഗി. ഡി, ഫരിസേയർ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, തളർവാദ രോഗി. 16ാമത്തെ ചോദ്യം: ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായ ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: എ, പത്രോസ് രോഗിയോട്. ബി, യോഹന്നാൻ രോഗിയോട്. സി, യഹൂദർ രോഗിയോട്. ഡി, യേശു ബെത്സദായിൽ സുഖം പ്രാപിച്ച രോഗിയോട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, യേശു ബെത്സദായിൽ സുഖം പ്രാപിച്ച രോഗിയോട്. 17ാമത്തെ ചോദ്യം: യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് ആരാണ് യഹൂദരെ അറിയിച്ചതായി യോഹന്നാൻ 5:15 പറയുന്നത്? ഓപ്ഷൻസ്: എ, സൗഖ്യം പ്രാപിച്ചവൻ. ബി, ശിഷ്യന്മാർ. സി, പുരോഹിതർ. ഡി, ഫരിസയർ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സൗഖ്യം പ്രാപിച്ചവൻ. 18ാമത്തെ ചോദ്യം: എന്ത് പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു? ഓപ്ഷൻസ്: എ, ദേവാലയത്തിൽ പഠിപ്പിച്ചതിനാൽ. ബി, രോഗികളെ സുഖപ്പെടുത്തിയതിനാൽ. സി, സാബത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ. ഡി, ജനക്കൂട്ടത്തെ ആകർഷിച്ചതിനാൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സാബത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ. 19. എന്റെ പിതാവ് ഇപ്പോഴും എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: എ, യോഹന്നാൻ യഹൂദരോട്. ബി, പത്രോസ് യഹൂദരോട്. സി, യേശു ശിഷ്യരോട്. ഡി, യേശു യഹൂദരോട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, യേശു യഹൂദരോട്. 20ാമത്തെ ചോദ്യം: ഏതു പ്രവൃത്തി മൂലമാണ് യഹൂദർ യേശുവിനെ വധിക്കാൻ കൂടുതലായി പരിശ്രമിച്ചത്? ഓപ്ഷൻസ്: എ, സാബത്തിൽ രോഗശാന്തി നൽകിയത് കൊണ്ട്. ബി, തന്നെ ദൈവത്തോട് സമനാക്കിയത് കൊണ്ട്. സി, ദേവാലയത്തിൽ പഠിപ്പിച്ചതുകൊണ്ട്. ഡി, ജനങ്ങളെ തന്റെ പിന്നാലെ ആക്കിയത് കൊണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, തന്നെ ദൈവത്തോട് സമനാക്കിയത് കൊണ്ട്.
21 ചോദ്യം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ സത്യം സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു പറയുന്ന എത്ര വാക്യങ്ങളുണ്ട്? അവ ഏവ? ഓപ്ഷൻസ്: എ 2 വാക്യങ്ങൾ, 5:19, 5:24. ഓപ്ഷൻ ബി 4 വാക്യങ്ങൾ, 5:19, 5:24, 5:25, 5:30. ഓപ്ഷൻ സി 3 വാക്യങ്ങൾ, 5:19, 5:24, 5:25. ഓപ്ഷൻ ഡി 5 വാക്യങ്ങൾ, 5:19, 5:24, 5:25, 5:30, 5:36. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 വാക്യങ്ങളാണുള്ളത്. 5:19, 5:24, 5:25. 22 ചോദ്യം, എന്തല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നാണ് യോഹന്നാൻ 5:19 പറയുന്നത്? ഓപ്ഷൻസ്: എ യഹൂദർ ചെയ്യുന്നതല്ലാതെ, ശിഷ്യർ ചെയ്യുന്നതല്ലാതെ. ബി പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ. സി ജനങ്ങൾ ആവശ്യപ്പെടുന്നതല്ലാതെ. ഡി നിയമം അനുവദിക്കുന്നതല്ലാതെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ. 23 ചോദ്യം, എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ ഡാഷും ചെയ്യുന്നു. ഓപ്ഷൻസ്: എ ശിഷ്യനും, ബി പുത്രനും, സി ദൂതനും, ഡി മനുഷ്യനും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പുത്രനും. 24, എന്തെന്നാൽ പിതാവ് ഡാഷ് താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. ഓപ്ഷൻസ്: എ പുത്രനെ സ്നേഹിക്കുകയും, ബി ലോകത്തെ സ്നേഹിക്കുകയും, സി ശിഷ്യരെ സ്നേഹിക്കുകയും, ഡി നീതിമാന്മാരെ സ്നേഹിക്കുകയും. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, പുത്രനെ സ്നേഹിക്കുകയും. 25, നിങ്ങൾ വിസ്മയിക്കാത്ത വിധം ഇവയേക്കാൾ അവിടുന്ന് അവനെ എന്താണ് കാണിക്കുക? ഓപ്ഷൻസ്: എ പുതിയ ഉപദേശങ്ങൾ, ബി വലിയ പ്രവൃത്തികൾ, സി അനേകം ശിഷ്യന്മാരെ, ഡി സ്വർഗദൂതന്മാരെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വലിയ പ്രവൃത്തികളും. 26, പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് എന്തു ചെയ്യുന്നു? ഓപ്ഷൻസ്: എ അവരെ വിധിക്കുന്നു, ബി അവർക്ക് ജീവൻ നൽകുന്നു, സി അവരെ അയക്കുന്നു, ഡി അവരെ പരീക്ഷിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അവർക്ക് ജീവൻ നൽകുന്നു. 27, പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് എന്ത് നൽകുന്നു? ഓപ്ഷൻസ്: എ സമാധാനം, ബി ആരോഗ്യം, സി ജീവൻ, ഡി ജ്ഞാനം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ജീവൻ നൽകുന്നു. 28, പിതാവ് ആരെയും വിധിക്കാതെ വിധി മുഴുവൻ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ്: എ ദൂതന്മാരെ, ബി മോശയെ, സി ശിഷ്യന്മാരെ, ഡി പുത്രനെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പുത്രനെ. 29, പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിന് പിതാവ് എന്താണ് ചെയ്തത്? ഓപ്ഷൻസ്: എ അവനെ ലോകത്തിലേക്ക് അയച്ചു, ബി അവന് അത്ഭുതങ്ങൾ ചെയ്യാൻ ശക്തി നൽകി, സി വിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചു, ഡി അവനെ രാജാവാക്കി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചു. 30 ചോദ്യം, പുത്രനെ ആദരിക്കാത്തവർ ആരെ ആദരിക്കുന്നില്ല? ഓപ്ഷൻസ്: എ ശിഷ്യരെ, ബി മോശയെ, സി അബ്രാഹത്തെ, ഡി അവനെ അയച്ച പിതാവിനെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അവനെ അയച്ച പിതാവിനെ. 31 ചോദ്യം, യേശുവിന്റെ വചനം കേൾക്കുകയും അവനെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് എന്തുണ്ട്? ഓപ്ഷൻസ്: എ നിത്യജീവൻ, ബി സമ്പത്ത്, സി ആരോഗ്യം, ഡി മഹത്വം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, നിത്യജീവൻ. 32, യേശുവിന്റെ വചനം കേൾക്കുകയും അവനെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് എന്തുണ്ടാവുകയില്ല? ഓപ്ഷൻസ്: എ ദുഃഖം, ബി ശിക്ഷാവിധി, സി പരീക്ഷണം, ഡി കഷ്ടത.
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ശിക്ഷാവിധി. 33-ാമത്തെ ചോദ്യം, യേശുവിന്റെ വചനം കേൾക്കുകയും അവനെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എവിടേക്കാണ് കടന്നിരിക്കുന്നത്? ഓപ്ഷൻസ്: എ സ്വർഗത്തിലേക്ക്, ബി രാജ്യത്തിലേക്ക്, സി ജീവനിലേക്ക്, ഡി പ്രകാശത്തിലേക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ജീവനിലേക്ക്. 34, ഏത് സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കുമെന്നാണ് യോഹന്നാൻ 5:25 പറയുന്നത്? ഓപ്ഷൻസ്: എ പ്രവാചകന്റെ സ്വരം, ബി ദൂതന്റെ സ്വരം, സി പിതാവിന്റെ സ്വരം, ഡി ദൈവപുത്രന്റെ സ്വരം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ദൈവപുത്രന്റെ സ്വരം. 35, പുത്രന് എന്തിനുള്ള വരമാണ് പിതാവ് നൽകിയിരിക്കുന്നത്? ഓപ്ഷൻസ്: എ അത്ഭുതങ്ങൾ ചെയ്യാനുള്ള വരം, ബി തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകുവാനുള്ള വരം, സി ജനങ്ങളെ പഠിപ്പിക്കാനുള്ള വരം, ഡി രോഗികളെ സുഖപ്പെടുത്തുവാനുള്ള വരം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകുവാനുള്ള വരം. 36, ആയതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. എന്തുകൊണ്ട്? ഓപ്ഷൻസ്: എ ദൈവപുത്രൻ ആയതുകൊണ്ട്, ബി മനുഷ്യപുത്രൻ ആയതുകൊണ്ട്, സി രാജാവായതുകൊണ്ട്, ഡി പ്രവാചകനായതുകൊണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് മനുഷ്യപുത്രൻ ആയതുകൊണ്ട്. 37, എവിടെയുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു? ഓപ്ഷൻസ്: എ ദേവാലയത്തിലുള്ളവരെല്ലാം, ബി വീടുകളിലുള്ളവരെല്ലാം, സി കല്ലറകളിലുള്ളവരെല്ലാം, ഡി നഗരങ്ങളിലുള്ളവരെല്ലാം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് കല്ലറകളിൽ ഉള്ളവരെല്ലാം. 38, കല്ലറകളുള്ളവരെല്ലാം ആരുടെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു? ഓപ്ഷൻസ്: എ മോശയുടെ, ബി പ്രവാചകന്റെ, സി ദൈവദൂതന്റെ, ഡി അവന്റെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അവന്റെ. 39, നന്മ ചെയ്തവർ എന്തിന്റെ ഉയർപ്പിനായി പുറത്തു വരും? ഓപ്ഷൻസ്: എ മഹത്വത്തിന്റെ ഉയർപ്പിനായി, ബി നീതിയുടെ ഉയർപ്പിനായി, സി ജീവന്റെ ഉയർപ്പിനായി, ഡി സമാധാനത്തിന്റെ ഉയർപ്പിനായി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ജീവന്റെ ഉയർപ്പിനായി. 40, 5-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകം എന്താണ്? ഓപ്ഷൻസ്: എ ജീവന്റെ അപ്പം, ബി നല്ല ഇടയൻ, സി യേശുവും പിതാവും, ഡി യേശുവിന്റെ സാക്ഷ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് യേശുവിന്റെ സാക്ഷ്യം. 41, സ്വമേധയ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല, ഞാൻ ശ്രവിക്കുന്നത് പോലെ തന്നെ ഡാഷ് പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ പഠിപ്പിക്കുന്നു, ബി രക്ഷിക്കുന്നു, സി സാക്ഷ്യം നൽകുന്നു, ഡി വിധിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വിധിക്കുന്നു. 42, എൻ്റെ ഇഷ്ടമല്ല, എന്നെ ഡാഷ് ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ അയച്ചവന്റെ, ബി ജനങ്ങളുടെ, സി ശിഷ്യരുടെ, ഡി നീതിമാന്മാരുടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അയച്ചവന്റെ. 43, എങ്ങനെയെങ്കിൽ എൻ്റെ സാക്ഷി സത്യമല്ലെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ മറ്റുള്ളവർ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നില്ലെങ്കിൽ, ബി ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, സി എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ, ഡി ജനങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ. 44-ാമത്തെ ചോദ്യം, ആരുടെ സാക്ഷ്യം സത്യമാണെന്നാണ് യോഹന്നാൻ 5:32 പറയുന്നത്? ഓപ്ഷൻസ്: എ മോശയുടെ സാക്ഷ്യം, ബി എന്നെക്കുറിച്ച് സാക്ഷി നൽകുന്ന വേറൊരാളുടെ സാക്ഷ്യം, സി ശിഷ്യരുടെ സാക്ഷ്യം, ഡി ജനങ്ങളുടെ സാക്ഷ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് എന്നെക്കുറിച്ച് സാക്ഷി നൽകുന്ന വേറൊരാളുടെ സാക്ഷ്യം. 45, നിങ്ങൾ ആരുടെ അടുത്തേക്ക് ആളയച്ചപ്പോഴാണ് അവിടുന്ന് സത്യത്തിന് സാക്ഷി നൽകിയതെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ പത്രോസിന്റെ അടുത്തേക്ക്, ബി യാക്കോബിന്റെ അടുത്തേക്ക്, സി യോഹന്നാന്റെ അടുത്തേക്ക്, ഡി മോശയുടെ അടുത്തേക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി യോഹന്നാന്റെ അടുത്തേക്ക്. 46-ാമത്തെ ചോദ്യം, ഞാൻ മനുഷ്യരുടെ എന്തു സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഓപ്ഷൻസ്: എ മഹത്വം, ബി ബഹുമാനം, സി സമ്മാനം, ഡി സാക്ഷ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് സാക്ഷ്യം. 47-ാമത്തെ ചോദ്യം,
നിങ്ങൾ എന്തു ചെയ്യേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്? ഓപ്ഷൻസ്: എ, നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിന്, ബി, നിങ്ങൾ പഠിക്കേണ്ടതിന്, സി, നിങ്ങൾ വിശുദ്ധരാകേണ്ടതിന്, ഡി, നിങ്ങൾ മഹത്വപ്പെടേണ്ടതിന്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിന്. 48. കത്തിജ്വലിക്കുന്ന ഒരു ഡാഷ് ആയിരുന്നു അവൻ പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ, ദീപം, ബി, വിളക്ക്, സി, നക്ഷത്രം, ഡി, പ്രകാശം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിളക്ക്. 49. ചോദ്യം: അല്പസമയത്തേക്ക് എന്തിന് ഒരുങ്ങിയവരായിരുന്നു അവർ? ഓപ്ഷൻസ്: എ, അവനെ കേൾക്കാൻ, ബി, അവനെ അനുഗമിക്കാൻ, സി, അവന്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ, ഡി, അവനെ രാജാവാക്കാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവന്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ. 50. ആരുടേതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ടെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ, മോശയുടേതിനേക്കാൾ, ബി, ഏലിയായുടേതിനേക്കാൾ, സി, പത്രോസിന്റേതിനേക്കാൾ, ഡി, യോഹന്നാന്റേതിനേക്കാൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, യോഹന്നാന്റേതിനേക്കാൾ. 51. ഞാൻ ഡാഷ് പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെയാണ്. ഓപ്ഷൻസ്: എ, ആരംഭിക്കാനായി, ബി, പൂർത്തിയാക്കാനായി, സി, പ്രസംഗിക്കാനായി, ഡി, വെളിപ്പെടുത്തുവാനായി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പൂർത്തിയാക്കാനായി. 52. ആരുടെ സ്വരം നിങ്ങൾ കേട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല എന്നാണ് യോഹന്നാൻ 5:37 യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ, മോശയുടെ, ബി, എന്നെ അയച്ച പിതാവിന്റെ, സി, യോഹന്നാന്റെ, ഡി, ദൈവദൂതന്റെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, എന്നെ അയച്ച പിതാവിന്റെ. 53. അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കാത്തത് എന്തുകൊണ്ടെന്നാണ് പറയുന്നത്? ഓപ്ഷൻസ്: എ, നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട്, ബി, നിങ്ങൾ നിയമം പാലിക്കാത്തത് കൊണ്ട്, സി, അവിടെ നയിച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട്, ഡി, നിങ്ങൾ ഉപവസിക്കാത്തത് കൊണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവിടെ നയിച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട്. 54. എന്തുകൊണ്ടാണ് എന്നെക്കുറിച്ച് സാക്ഷി നൽകുന്നതെന്നാണ് യോഹന്നാൻ 5:39 യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ, പ്രവാചകന്മാർ, ബി, ശിഷ്യന്മാർ, സി, ജനങ്ങൾ, ഡി, വിശുദ്ധ ലിഖിതങ്ങൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിശുദ്ധ ലിഖിതങ്ങൾ. 55. എന്നിട്ടും നിങ്ങൾ എന്തുണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു? ഓപ്ഷൻസ്: എ, മഹത്വം ഉണ്ടാകേണ്ടതിന്, ബി, ജീവൻ ഉണ്ടാകേണ്ടതിന്, സി, സമാധാനം ഉണ്ടാകേണ്ടതിന്, ഡി, ജ്ഞാനം ഉണ്ടാകേണ്ടതിന്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജീവൻ ഉണ്ടാകേണ്ടതിന്. 56. മനുഷ്യനിൽ നിന്ന് ഞാൻ ഡാഷ് സ്വീകരിക്കുന്നില്ല. ഓപ്ഷൻസ്: എ, സാക്ഷ്യം, ബി, മഹത്വം, സി, ബഹുമാനം, ഡി, പ്രശംസ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മഹത്വം. 57. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ഡാഷ് ഇല്ല, പൂരിപ്പിക്കുക. എ, വിശ്വാസം, ബി, അനുസരണം, സി, ദൈവസ്നേഹം, ഡി, വിനയം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ദൈവസ്നേഹം. 58. ഞാൻ ആരുടെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ, അബ്രാഹത്തിന്റെ നാമത്തിൽ, ബി, മോശയുടെ നാമത്തിൽ, സി, ദാവീദിന്റെ നാമത്തിൽ, ഡി, എൻ്റെ പിതാവിന്റെ നാമത്തിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എൻ്റെ പിതാവിന്റെ നാമത്തിൽ. 59. എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ എന്ത് ചെയ്യുമെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ, സ്വീകരിക്കും, ബി, നിരസിക്കും, സി, പരീക്ഷിക്കും, ഡി, ചോദ്യം ചെയ്യും. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്വീകരിക്കും. 60. പരസ്പരം ഡാഷ് സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ എന്നെ വിശ്വസിക്കാൻ കഴിയും? ഓപ്ഷൻസ്: എ, പ്രശംസ, ബി, സ്നേഹം, സി, മഹത്വം, ഡി, ബഹുമാനം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മഹത്വം. 61. പിതാവിന്റെ സന്നിധിയിൽ ആരായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക? ഓപ്ഷൻസ്: എ, യോഹന്നാൻ,
ബി നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശ, സി ഏലിയ, ഡി അബ്രഹാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശ. 62 നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം എന്ത്? ഓപ്ഷൻസ്: എ മോശ തന്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ചു, ബി മോശ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, സി എന്നെ കുറിച്ച് മോശ എഴുതിയിരിക്കുന്നു, ഡി മോശ എന്നെ കണ്ടിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, എന്നെ കുറിച്ച് മോശ എഴുതിയിരിക്കുന്നു. അവസാനത്തെ ചോദ്യം 63 അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവന്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? അവൻ ആരാണ്? ഓപ്ഷൻസ്: എ അബ്രഹാം, ബി ഏലിയ, സി യോഹന്നാൻ, ഡി മോശ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മോശ.